ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു വ്ളോഗായിട്ടൊക്കെ ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് കേട്ടോ, പക്ഷേ ടൈം കിട്ടാറില്ല. അങ്ങനെ ഇതെന്തായാലും ചെയ്യാമെന്നങ്ങ് തീരുമാനിച്ചു. പിന്നെ ഇതുപോലെ തീം കേക്കൊക്കെ വരുമ്പോൾ അത്യാവശ്യം കളർ കൊടുത്താണ് ചെയ്യേണ്ടതെങ്കിൽ ഇതുപോലെ എയർ ബ്രഷ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. എയർ ബ്രഷിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ 1-2 ഡ്രോപ്പ് മതിയാവും. നമുക്കൊരു 3 ടയർ കേക്കോ അതിനോടൊപ്പമുള്ള കേക്കുകളും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കളർ യൂസ് ചെയ്യുകയാണെങ്കിൽ 1-2 ഡ്രോപ്സ് ഒന്നും പോരാതെ വരും. ഒരുപാട് കളർ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരികയും ചെയ്യും. ഞാൻ മാക്സിമം കളർ എത്രത്തോളം കുറയ്ക്കാവോ അത്രയും കുറച്ചാണ് ചെയ്യാറ്. പിന്നെ ഇത് കസ്റ്റമർ പറഞ്ഞ തീമിന് മാച്ചായിട്ട് വരാനായിട്ട് ഈ ഒരു കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ബർഗണ്ടി കളറാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 2 ഡ്രോപ്സ് കളറും ബാക്കി വെള്ളവുമാണ് ആഡ് ചെയ്തിട്ട് എയർ ബ്രഷിൽ പമ്പ് ചെയ്യുന്നത്. ഈ എയർ ബ്രഷിൽ തന്നെ കളറിൻ്റെ ഫോഴ്സ്, അതായത് ഇതിനകത്തുനിന്ന് വീഴുന്ന ആ ഒരു ഫോഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത് നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ പല പല പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഇത് കണ്ടോ, ഇത്രയും ഭാഗത്തുനിന്ന് എൻ്റെ ക്രീം തെറിച്ചങ്ങ് പോയി. ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ കാണുന്ന ആ നോബ് തിരിച്ചു കൊടുത്താൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുത്ത് ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തണുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര എയർ അടിച്ചാലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ 3 ടയറും സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഏറ്റവും അടിയിലുള്ള ആ ഒരു ടയർ എന്ന് പറഞ്ഞാൽ ഡമ്മിയാണ് കേട്ടോ. മുകളിലുള്ള ആ 2 എണ്ണം മാത്രമേ ഉള്ളൂ കേക്കായിട്ട്. ഇത് സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ക്യാമറ ഓഫായിരുന്നു കേട്ടോ, ഞാനത് ശ്രദ്ധിച്ചില്ല. കേക്ക് ചെയ്ത് എത്ര നാൾ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഈ ഒരു സ്റ്റാക്ക് ചെയ്യുന്ന ടൈമിൽ കൈ വിറയ്ക്കും കേട്ടോ. മാത്രമല്ല ഇതിന് അത്യാവശ്യം ഫോണ്ടൻ്റ് വർക്കുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. ഇതുപോലൊരു ഡോളും ഒരു മുയലും ഒക്കെ ഉള്ളൊരു കേക്കായിരുന്നു. ഇത് തലേ ദിവസം തന്നെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റാറുകൾ അവിടെ അവിടെ ആയിട്ട് കുത്തി വയ്ക്കാനൊക്കെ കസ്റ്റമർ പറഞ്ഞ്. ഒരു സിംഗിൾ ടയർ കേക്ക്, ഒരു 1 kg കേക്കിൻ്റെ ഫോട്ടോ അയച്ചിട്ടാണ് കസ്റ്റമർ പറഞ്ഞത് അതിൻ്റെ വെച്ചിട്ട് 3 kg ചെയ്യണമെന്ന്, 3 ടയർ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു മോഡൽ വെച്ചിട്ടാണ് ഞാൻ ഈ 3 ടയറും ചെയ്തിരിക്കുന്നത്. പിന്നെ കസ്റ്റമർ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന തീമെന്ന് പറയുന്നത് ബട്ടർഫ്ലൈ തീമാണ്. അപ്പം നമ്മൾ എങ്കിലും ബട്ടർഫ്ലൈ ഒരുപാട് വേണ്ട എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ഡോളിൻ്റെ തല കേട്ടോ, അത് അതിനകത്തേക്ക് ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. പീസൊക്കെ അത്യാവശ്യം ക്യൂട്ടല്ലേ. പിന്നെ അടുത്തത് നമ്മുടെ ഒരു മുയലുണ്ടായിരുന്നു കേട്ടോ. അതും ഇതേപോലെ തന്നെ അത്യാവശ്യം ക്യൂട്ടായിട്ട് ചെയ്യണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, അവർ അയച്ചെന്ന ആ ഒരു മോഡലിൽ അതേപോലെയൊക്കെ തന്നെ ആണെന്ന് എനിക്ക് തോന്നുന്നു. കസ്റ്റമർ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ അയച്ചു തന്ന പോലെ തന്നെ ഞാൻ ചെയ്തെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എന്നെ ഒരുപാട് ടെൻഷൻ അടുപ്പിച്ചൊരു വർക്കായത് കേട്ടോ. കാര്യം തലേ ദിവസം തന്നെ നമ്മൾ രാവിലെ കേക്കിൻ്റെ ഫുൾ ബേക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിടുന്നതാണ്. ഇങ്ങനെയുള്ള ഓർഡറുകൾ വരുമ്പം എന്തായാലും നമ്മൾ കുറച്ച് നേരത്തെ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. പക്ഷേ ഈ ഒരു ഓർഡറിൽ എനിക്ക് അതിനൊന്നും പറ്റിയില്ല. കാര്യം കറണ്ട് പോയി. രാവിലെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5:30 വരെയും കറണ്ട് കാണത്തില്ലെന്ന്. അപ്പോൾ ആ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. നമ്മുടെ ഈ ഏരിയയിൽ ഫുള്ളായിട്ട് കറണ്ട് പോവുകയല്ലേ. പിന്നെ ആ ഒരു ടൈം ഇത്രയും ഞാൻ ഫോണ്ടൻ്റ് വർക്ക് ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അതിനുശേഷം ഞാൻ പിന്നെ ഒരു വൈകുന്നേരം ആയപ്പോൾ മക്കൾ വന്ന് 3 പേരുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് ഒരു 9 മണി, രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബേക്കിംഗ് ആരംഭിച്ച്. അപ്പോൾ ആ 9 മണിക്ക് ഞാൻ ഓരോന്ന് ബേക്ക് ചെയ്ത് മാറ്റുകയും ചെയ്യും. പിന്നെ ക്രം കോട്ട് ചെയ്യാനുള്ളതും എല്ലാം, അതായത് കപ്പ് കേക്ക് ഉണ്ട്, ഡോണട്ട്സ് ഉണ്ട്, പോപ്സ് ഉണ്ട്, സിക്കിൾസ് ഉണ്ട്, ഇതെല്ലാം ചെയ്യണ്ടേ. അടുത്ത ദിവസം ഈവനിങ് കൊടുത്താൽ മതി കേക്ക്. എങ്കിലും ഇതെല്ലാം നമുക്കൊന്ന് സെറ്റ് ചെയ്യാതെ അടുത്ത ദിവസം കൊടുക്കുന്നത് എങ്ങനെ, ഇത്രയും വലിയൊരു വർക്കും കൂടെ ആയതുകൊണ്ട് നല്ല ടെൻഷനായിപ്പോയി എനിക്ക് കേട്ടോ. ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് രാത്രി ആ 9 മണി തൊട്ട് രാവിലെ 4 മണി വരെ ഒരേപോലെ നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഈ വർക്ക് ഏകദേശം ഫിനിഷിങ്ങിൽ, അതായത് ഫിനിഷിങ്ങിൽ എത്തി എന്ന് എനിക്ക് തോന്നാതെ എനിക്ക് ഉറക്കം വരില്ല. അത് മാത്രമല്ല, രാവിലെ 4 മണിയായി എന്നുള്ളത് ഞാൻ അറിയുന്നുമില്ല. എനിക്ക് ഈ വർക്ക് ഓരോന്നോരോന്ന് നമ്മൾ ചെയ്ത് ആ ഒരു ഇതിൽ അവിടെ തന്നെ നിൽക്കുമായിരുന്നു ഞാൻ. പക്ഷേ നടുവും മുതുമൊക്കെ പോയി എൻ്റെ അവസ്ഥ വഷളായി തുടങ്ങിയപ്പോഴാണ് ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയത്. അപ്പോഴാണ് അറിയുന്നത് നേരം വെളുത്തോ. പിന്നെ 4 മണി തൊട്ട് ഒരു 6:30 വരെ കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയിട്ട് വീണ്ടും എണീച്ച് മക്കളെ സ്കൂളിൽ വിടണമായിരുന്നു. അങ്ങനെ മക്കളെ 2 പേരെയും സ്കൂളിലും വിട്ടിട്ട് കുഞ്ഞാളിനെ അമ്മയടുത്തും കൊണ്ടാക്കിയിട്ടാണ് ഞാൻ ബാക്കി ഫിനിഷിങ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. ഇനി ഈ ഓരോ വർക്കുകളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഈ വർക്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ട് കസ്റ്റമർ കയ്യിൽ ഫൈനായിട്ട് എത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം.
പിന്നെ ഇങ്ങനെയൊക്കെയുള്ള വർക്ക് വരുമ്പോൾ ഓരോ മണിക്കൂർ ഭയങ്കര സ്പീഡിലായിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല ഞാൻ ഇത്രയും സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. 2 kg വരുന്ന ഒരു സ്ക്വയർ കേക്കായിരുന്നു കേട്ടോ. ഇതൊരു 36 പീസായിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ പോപ്സും സിക്കിൾസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 7 മണിക്കാണ് കേക്ക് ഡെലിവറി ചെയ്യേണ്ടുള്ളത്. ഒരു 5-5:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് കൊടുക്കാനുള്ള മറ്റൊരു ഓർഡറായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 20 മിനിറ്റോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ടെൻഷനായി കേട്ടോ. അവർ പറഞ്ഞ ടൈം ഒരുപാട് ഉണ്ടെങ്കിലും നന്നായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചു. സമയം ഒരുപാടായി താമസിച്ചെന്നൊക്കെയുള്ള ചിന്തയായിരുന്നു എനിക്ക്. എന്തായാലും കേക്ക് കട്ട് ചെയ്യുന്നതിന് അരമണിക്കൂർ മുന്നേ നമ്മൾ അവിടെ എത്തി എല്ലാമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. നമ്മൾ കൊണ്ടുപോയ എല്ലാ ഐറ്റംസും വെക്കാനുള്ള ഒരു സംവിധാനമൊന്നും അതിലില്ലായിരുന്നു കേട്ടോ. ആ സ്ക്വയർ കേക്കൊന്നും വെക്കാനായിട്ട് പറ്റിയില്ല. പിന്നെ അത് മാറ്റി സ്റ്റേജിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ഗാനമേളയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒന്നും വെയിറ്റ് ചെയ്തില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങി. നേരെ പള്ളിമുക്കിൽ പുതിയതായിട്ട് തുടങ്ങിയ ഒരു ഹോട്ടലുണ്ട് കേട്ടോ. ബിസ്മില്ല എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു പേര്. അവിടേക്ക് അങ്ങ് കയറുകയാണ് ചെയ്തത്. ഞാൻ ഒരു ഫുൾ ഡേ ഫുഡ് കഴിക്കാതെ നിൽക്കുമായിരുന്നു. അതൊക്കെ ഞാൻ മറന്നുപോയി കേട്ടോ. കേക്കെല്ലാം ഡെലിവറി ചെയ്തിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ എൻ്റെ കയ്യും കാലും വിറയ്ക്കുന്നു. അപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ഞാനൊന്നും കഴിച്ചിട്ടില്ല അന്നത്തെ ദിവസം. അങ്ങനെ പൊറോട്ടയും ചിക്കനും ഒക്കെ ഓർഡർ ചെയ്തെങ്കിലും എനിക്കിതൊന്നും ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. തലേ ദിവസത്തെ ഉറക്കക്കുറവും പിന്നെ അത്രയും നേരത്തെ ഫുഡ് കഴിക്കാതെയൊക്കെ നിന്നതിൻ്റെ അതൊക്കെ കൊണ്ട് എനിക്ക് കഴിക്കുന്നതൊന്നും എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് മക്കൾക്ക് കുറച്ച് ഐറ്റംസ് പാഴ്സൽ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.